ഞാനെന്നെ കൊണ്ടാക്കുന്നത് അതുവരെ അവരെ കയ്യിൽ പടക്കം ഉണ്ടാവും. കുഞ്ചുവാസം മേഖല എളുപ്പം ഇവരെ പടക്കം അങ്ങനെല്ലാം തെളിച്ചിട്ട് വീട്ടിലെത്തുമ്പോൾ രാത്രിയായി. ഞാനെങ്ങനെ ആനന്ദി തെളിക്കുമല്ലോ പിന്നെ ആടെയാക്കിട്ട് അവരെ ആറാട്ടിക്കാരെ വിളിക്കുമ്പോൾ പറയാ ആനയാ അയ്യോ നിങ്ങൾ പുറത്തിറങ്ങാണ്ട് നിന്നാ മതി ആന മെല്ലെ അതിന്റെ വൈക്കോട്ട് അങ്ങ് പോയിട്ട് അടുത്തേക്ക് പോകെ ആന. ഈ വാക്കുകളിൽ നിഴലിക്കുന്നത് ആറളം ഫാം പുനരധിവാസ മേഖലയിലെ ഓരോ കുടുംബങ്ങളുടെയും രോദനമാണ്. ആറളം ഫാമിൽ നടന്ന സമരത്തിനായി എത്തിയതായിരുന്നു ഇവർ. ഉറങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി എന്നാണ് ഇവർ പറയുന്നത്. ഈ ഫോറസ്റ്റുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് ഇവരെന്ന കയ്യില് അല്ല വയനാട് അവർക്ക് സംഭവിച്ചു. അവർക്ക് ഒരാൾക്ക് ജോലിയും കൊടുത്ത് അവർ വേണ്ടപ്പെട്ട പൈസയും കൊടുത്ത്. ഇവിടെ ഒരു ആദിവാസി മരിച്ചിട്ട് നിങ്ങൾ 5 ലക്ഷം കയ്യോടെ കൊടുത്തുന്ന 5 ലക്ഷത്തിന് ഒരു വർഷങ്ങളോളം അതിനേക്കാൾ 5 ലക്ഷം മുടക്കിയിട്ടായിരിക്കും ഇവർക്ക് പിന്നെ പൈസ കിട്ടുന്നത്. ഇത് ആദിവാസികളെ നിങ്ങൾ കൂലിവേല കളിപ്പിക്കണം അല്ലേ? കയ്യോടെ പൈസ ഒരു മനുഷ്യന് ഒരു ജീവന് വലിയിട്ടേക്കുന്ന 10 ലക്ഷം രൂപ ഇവര് ആറാട്ടിക്കാരെ കുറെ ആറാട്ടിക്കാരെ എടുത്തിന്. എന്തിനാമ ഇവര് സൂട്ടും കോട്ടും പാട്ട് വിറ്റ് നടക്കുന്ന പോലെയാ നമ്മളിവിടെ ജീവിക്കുന്നത് തന്നെയാന്ന്. നമുക്കും ജീവന പേടിയുണ്ട്. ജീവന പേടിയില്ലാത്ത ഒരു മനുഷ്യനില്ല. ഇവര് വെറുതെ അങ്ങ് ഇല്ല സമരം വികാസിച്ച് പോകുന്നു. ഇവര് നിൽക്കും ആനേനെ ഓടിക്കോ റോഡിലാണ് വണ്ടിയിടോ എവിടെ ആന ടോർച്ചടിങ്ങനെ അടിച്ചു നോക്കൂ. ആനയില്ല അവരെ വഴിക്കോട്ടെ ഇവരങ്ങ് പോകും. കാട്ടാന ശല്യത്തിന് കൃത്യമായ പരിഹാരം കാണണമെന്നാണ് ഈ വീട്ടമ്മമാരും പറയുന്നത്. ഇവരുടെ ഈ ചോദ്യങ്ങൾക്ക് അധികൃതർക്ക് ഉത്തരം നൽകാൻ കഴിയുമോ? ഉത്തരവാദിത്തമില്ലാത്ത നിലപാട് നീങ്ങുന്നു. അവരും കൂലിപ്പണി എടുത്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരു പൈസ ഇല്ലാണ്ടാണ് അവരവിടെ ആശുപത്രിയിൽ നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഇരട്ടി.